കുറച്ച് ദിവസങ്ങളായി നമ്മൾ സ്റ്റാറ്റിക് ക്ലാസ് എടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, റാൻഡം വേരിയബിൾ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ എക്സ്പെക്ടേഷൻ ആൻഡ് വേരിയൻസ്, ഇതൊക്കെ നിങ്ങൾ നോട്ടേക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും ആയിരിക്കും. ഇനി എന്താ ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ വേഗം തന്നെ അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം തന്നെ തന്നിരുന്നത്. Then next we consider what do you mean by a random variable? A random variable means ഇപ്പം ഒരു കോയിൻസ് 3 പ്രാവശ്യം ടോസ് ചെയ്യും. ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് 2 ക്യൂബ് 8 ഔട്ട്കംസ് ഉണ്ടാവും. HHT അങ്ങനെ 8 ഔട്ട്കംസ്. ഇനി ആ ഔട്ട്കംസിൻ്റെ സെറ്റിനകത്ത് വി ഡിഫൈൻ എ ഫംഗ്ഷൻ, ഒരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യും. ക്യാപിറ്റൽ എക്സ് മീൻസ് നമ്പർ ഓഫ് ഹെഡ് അഥവാ നമ്പർ ഓഫ് ടെയിൽ. അങ്ങനെ ക്യാപിറ്റൽ എക്സ് നമ്പർ ഓഫ് ഹെഡ് ഓർ നമ്പർ ഓഫ് ടെയിൽ എന്ന് ഡിവൈഡ് ചെയ്താൽ എക്സ് ഓഫ് HH നമ്പർ ഓഫ് ഹെഡ്സ് ഇൻ ദി ഔട്ട്കം HH ഈക്വൽ ടു 3. അങ്ങനെ എടുത്താൽ വാട്ട് ഈസ് എക്സ് ഓഫ് TT 3 ടെയിലാകുന്നൊരു കേസ് ഉണ്ടാവും 0. ദാറ്റ് മീൻസ് that random variable can take the value 0, 1, 2, 3. And again, consider the experiment of tossing a coin. The experiment of tossing a coin, capital X means the face value appear. And the coin toss ചെയ്താൽ capital X means എന്താണ് the face value appear. And X can take the value 0, 1, 2, 3, etc. up to 6. Similarly, എന്തായിരിക്കും അറിയാം, from 2 coins or 2 dice are rolled. 2 dice are rolled, then we get 1, 1, 1, 2, etc. 6, 6. That means total 36 outcomes. ആ ഔട്ട്കംസിൻ്റെ സെറ്റ് അതാണ് സാമ്പിൾ സ്പേസ്. ആ ഔട്ട്കംസിൻ്റെ സെറ്റിനകത്ത് വി ഡിഫൈൻ ക്യാപിറ്റൽ എക്സ് മീൻസ് സം ഓഫ് ദി ഫേസ് വാല്യൂ. ಅಂದರೆ എക്സ് ഓഫ് 1, 1, സം ഓഫ് ദി ഫേസ് വാല്യൂ 1, 1 ഈസ് ഈക്വൽ ടു 2. സം ഓഫ് ദി ഫേസ് വാല്യൂ 1, 2, ദാറ്റ് ഈസ് 1 + 2 ഈസ് ഈക്വൽ ടു 3. സം ഓഫ് ദി ഫേസ് വാല്യൂ 6, 6 ഈസ് ഈക്വൽ ടു 12. Then that variable x can take the values at 2, 3, etc. up to 12. That means a random variable means it is a property or a function defined on the sample space of a random experiment. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി, നമ്പർ ഓഫ് ഹെഡ്, നമ്പർ ഓഫ് ടെയിൽ അഥവാ സം ഓഫ് ദി ഫേസ് വാല്യൂ, ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഫേസ് വാല്യൂ, മാക്സിമം ഓഫ് ദി ഫേസ് വാല്യൂസ് എക്സെട്ര ഒരു പ്രോപ്പർട്ടി. അതിനെയാണ് വാട്ട് വി കോൾ എ റാൻഡം വേരിയബിൾ. A random variable means it is a function or a property defined on the sample space of a random experiment. So again, then for example, a box containing for a ball under viaring. Another 3-4 ball കൊടുത്തു. Another white ball. For a capital X means number of white balls. Now number of white balls, അവിടെ ആ പ്രോപ്പർട്ടി സാമ്പിൾ സ്പേസിനകത്ത് ഒരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്നതാണ്, ഒരു ഫംഗ്ഷൻ. Then that a function or a random variable means it is a property or function defined on the sample space of a random experiment. Then you see, then x is the value, number of head. Then in that case, that x can takes the value 0, 1, 2, 3, etc. And take sum of the face value. If the random variable capital X, sum of the face value, then x can takes the values 2, 3, etc. up to 12. And then integral values. Integral means നമ്മൾ കൗണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന നമ്പേഴ്സ് 0, 1, 2, 3, etc. ഒരിക്കലും ദശാംശങ്ങൾ വരാൻ പാടില്ല. അങ്ങനെ എടുക്കാൻ പാടില്ലെങ്കിൽ, അങ്ങനെ വരില്ലെങ്കിൽ എക്സ് ക്യാൻ ടേക്ക് ഓൺലി ഡിസ്ക്രീറ്റ് വാല്യൂസ്. ഡിസ്ക്രീറ്റ് വാല്യൂസ് മീൻസ് ഇൻ്റഗ്രൽ വാല്യൂസ് ഇൻക്ലൂഡിങ് 0. ഏതാ ഇൻ്റഗ്രൽ പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് 0, 1, 2, 3, etc. അങ്ങനെ ഒരു റാൻഡം വേരിയബിൾ ആണെങ്കിൽ ദാറ്റ് റാൻഡം വേരിയബിൾ ഈസ് ടു ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ ഏതായിരിക്കും, നമ്പർ ഓഫ് ഹെഡ്, നമ്പർ ഓഫ് ടെയിൽ, സം ഓഫ് ദി ഫേസ് വാല്യൂ, ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഫേസ് വാല്യൂ, ഫേസ് വാല്യൂ അപ്പിയർ എക്സെട്ര, അതൊക്കെ എന്തായിരിക്കും അർത്ഥം, ഡിസ്ക്രീറ്റ് ആണ്. ഡിസ്ക്രീറ്റ് വാല്യൂസ്, ദശാംശങ്ങൾ എടുക്കാൻ പറ്റില്ല. ബട്ട് നെക്സ്റ്റ് കൺസിഡർ എന്തായിരിക്കുന്ന കുറേ കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ X മീൻസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അങ്ങനെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ്. ഹൈറ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ കൃത്യം 170 സെൻറ്റിമീറ്റർ, 171, 72 അങ്ങനെ ഒന്നും ആയിരിക്കണമെന്നില്ല. ദശാംശങ്ങളും ഉണ്ടാകും. അതുവെച്ചാൽ അതിൻ്റെ ഏറ്റവും മാക്സിമം ഒരു മിനിമം വാല്യൂ ഉണ്ടാകും. ആ ഇൻ്റർവെല്ലിനകത്തുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആ റാൻഡം വേരിയബിളിനെ അക്സെപ്റ്റ് ചെയ്യാം. അഥവാ വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ്, മാർക്ക് ഓഫ് സ്റ്റുഡൻസ്, അങ്ങനെയൊക്കെ വരുന്ന കേസുകളുണ്ടാകും. അന്നേരം മാർക്ക്, വെയിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കൃത്യം ഇൻ്റഗ്രൽ വാല്യൂസ് അല്ല, അതിന് പകരം എന്താ ദശാംശങ്ങളും വരും. That means if the random variable can assume the values decimals also, ദശാംശങ്ങൾ ഉൾപ്പെടെ എന്താ ഇൻ ആൻ ഇൻ്റർവൽ ഏരിയ, എനി വാല്യൂ ഇൻ ആൻ ഇൻ്റർവൽ ഏരിയ.
ഒരു എയും ബിയും, അതായത് സ്മോളസ്റ്റും ഒരു ലാർജസ്റ്റും ഉണ്ടാവും. അതിനിടയ്ക്കുള്ള ഏത് വാല്യൂ വേണമെങ്കിലും അസൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള റാൻഡം വേരിയബിളിനെയാണ് വാട്ട് വി കോൾ എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. That means x can take only integral values, that means not decimals, 0, 1, 2, 3, etc. Then the random variable is said to be a discrete random variable. And the distribution, x in the distribution, and a discrete random distribution. Similarly, if x can take any value in an interval area, ഇപ്പം കുട്ടികളുടെ ഹൈറ്റ് എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മാർക്ക്, അല്ലെങ്കിൽ ഇൻകം എല്ലാം എടുക്കുകയാണെങ്കിൽ കൃത്യം എന്തായിരിക്കും, ഇത്ര രൂപ, അത് ഡെസിമൽ കൂടി അതിനകത്ത് വരാം ഇല്ലേ? അങ്ങനെ ഡെസിമൽ കൂടി, ദാറ്റ് മീൻസ് എനി വാല്യൂ ഇൻ ആൻ ഇന്റർവൽ എ ബി, എക്കും ബിക്കും അടക്കമുള്ള ഏത് വാല്യൂ ഇൻക്ലൂഡിംഗ് ഡെസിമൽസ് ആൾസോ, then the random variable is said to be a continuous one. That is discrete random variable and continuous random variable. A random variable capital X is said to be discrete if x can assume, if x can take only integral values, discrete values. Discrete values means 0, 1, 2, 3, etc. No decimal values. But if x can take any value in an interval a b, any value in an interval a b means any value including decimals also. എക്കും ബിക്കും അടക്കമുള്ള ഏത് വാല്യൂ വേണമെങ്കിലും അസൈൻ ചെയ്യാം, ഏത് റിയൽ നമ്പറും എടുക്കാം. അന്നേരം ദശാംശങ്ങളും വരാം. ഹൈറ്റ് 171.2 ആകാം, 3 ആകാം, 171.5 ആകാം, അങ്ങനെ ഡെസിമൽസും വരാം. വെയിറ്റും അതുപോലെ തന്നെ. അങ്ങനെ എടുക്കാൻ പറ്റുമെങ്കിൽ ആ റാൻഡം വേരിയബിളിനെയാണ് വാട്ട് വി കോൾ എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഓക്കെ, ദാറ്റ് ഈസ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. അതിൻ്റെ ഡെഫിനിഷനും അതുപോലെ പഠിക്കണം. ഏതാ നോക്കിയേ, എ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് is said to be discrete if it assumes only discrete values. If it assumes only discrete values means it assumes only integral values, not decimals. X is 0, 1, 2, 3, etc. Then it is said to be a discrete random variable. Then the random variable x is said to be discrete if it assumes only discrete values. X is equal to 0, 1, 2, 3, etc. That is non-decimal values. ദശാംശങ്ങൾ വരാൻ പാടില്ല, ദശാംശം ഉണ്ടാവില്ല, ഇന്റഗ്രൽ വാല്യൂസ് മാത്രമാണ്, ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമാണ്. പക്ഷേ if x can take any value in an interval a b, ഒരു എ ബി എന്ന് പറയുന്ന ഇന്റർവൽ, ഫോർ എക്സാമ്പിൾ 120 to 130, ഇപ്പം ഇൻകം ആണ് വിചാരിക്കുക, 120 to 130 എന്ന് പറയുമ്പോൾ അതിനിടയ്ക്കുള്ള ഡെസിമലും വരാം, 101.5 വരാം, 101.6 വരാം, അങ്ങനെയൊക്കെ വരാം. ഹൈറ്റ് വെയിറ്റ് ഒക്കെ അങ്ങനെ വരാം. എന്നാൽ അതിനിടയ്ക്ക് എക്കും ബിക്കും ഇടയ്ക്കുള്ള ഏത് വാല്യൂവും അസൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് എക്സ് ക്യാൻ ടേക്ക് ഡെസിമൽസ് ആൾസോ, ദശാംശങ്ങളും എടുക്കാം, അസൈൻ ചെയ്യാം. എക്സിന്റെ വാല്യൂ ദശാംശങ്ങളും ആണ്. ദെൻ എക്സ് ഈസ് സെഡ് ടു ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഓക്കെ, ദാറ്റ് ഈസ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആൻഡ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താ? റാൻഡം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ? തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ, ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുന്നതായിരിക്കും. എ കോയിൻ ഈസ് ടോസ് thrice. Capital X means number of heads. If a coin is tossed thrice, then the number of heads, capital X means the number of heads means then X can take the value 0 head, 1 head, 2 head and 3 head. Then probability that X is equal to 0. അതായത് എക്സിൻ്റെ വാല്യൂ 0 ആണ്, അത് 0 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. അതുപോലെ എക്സിൻ്റെ വാല്യൂ 1 ആകാനുള്ള പ്രോബിലിറ്റി. അങ്ങനെ എന്തായിരിക്കുന്ന എക്സ് വാല്യൂസ്, റാൻഡം വേരിയബിൾ എടുക്കാൻ കഴിയുന്ന എക്സ് വാല്യൂസ് ആൻഡ് കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ്. എക്സ് ഈസ് ഈക്വൽ 0, അടുത്ത കോളത്തിനകത്ത് അതിൻ്റെ പ്രോബിലിറ്റി. ആ ടേബിളിനെയാണ് വാട്ട് വി കോൾ ദ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. എങ്കിൽ ആ പ്രോബിലിറ്റി കാണുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ എക്സ് ഈസ് ഈക്വൽ 0, നമ്പർ ഓഫ് ഹെഡ് ഈസ് ഈക്വൽ 0 എന്നാൽ ഏതായിരിക്കണം? പി ഓഫ് പ്രോബിലിറ്റി ഓഫ് ടി ടി ടി. അങ്ങനെ പ്രോബിലിറ്റി ഓഫ് ടി 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 ഈസ് ഈക്വൽ ടു 1/8. 1/8 മീൻസ് probability of t into probability of t into probability of t in a single trial. ഒരു സിംഗിൾ ട്രയലിനകത്ത് ഒരു ട്രെയിൻ കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2, ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2, എന്നാൽ 1/2 ക്യൂബ്. 1/2 ക്യൂബ് മീൻസ് 1/8. അതുപോലെ എക്സിൻ്റെ വാല്യൂ 1 ആകാനുള്ള പ്രോബിലിറ്റി. അങ്ങനെ ഒരു പ്രോബിലിറ്റി ഫംഗ്ഷൻ ഇപ്പോൾ എക്സിന് 1 കൊടുത്താൽ അതിനകത്ത് എന്ത് കിട്ടും? ഡയറക്റ്റ് ആയിട്ട് പ്രോബിലിറ്റി കിട്ടാനുള്ള ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്താൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോബിലിറ്റി ഫംഗ്ഷൻ. അങ്ങനെ പ്രോബിലിറ്റി ഫംഗ്ഷൻ പി ഓഫ് എക്സ് അഥവാ എഫ് ഓഫ് എക്സ് ഉണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു തന്നു കഴിഞ്ഞാൽ അതിനകത്ത് എക്സിന് 1 കൊടുത്താൽ എന്ത് കിട്ടണം? എക്സിൻ്റെ വാല്യൂ 1 ആകാനുള്ള പ്രോബിലിറ്റി കിട്ടും. സിമിലർലി ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 ദെൻ വി ഗെറ്റ് പ്രോബിലിറ്റി ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു. ആ ഒരു റെപ്രസെൻറ്റേഷൻ, ആ ഒരു റൂൾ, ആ ഒരു ഫംഗ്ഷൻ
അങ്ങനെ ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്താൽ that function is defined as the probability function. Okay? Then next we consider a very important one, probability distribution, binomial distribution. Binomial distribution. But binomial distribution, what do you mean by binomial distribution? Properties of binomial distributions is very important. ഇനി എന്താണ് binomial distribution? Binomial distribution I have already told you. എന്താ probability distribution? ആ ഒരു ഫംഗ്ഷൻ f of x. ആ എക്സിനകത്ത് നമ്മളിപ്പോൾ x is equal to 1 കൊടുത്താൽ എന്ത് കിട്ടണം? Probability that x is equal to 1. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പർ ഓഫ് ഹെഡ് x is equal to 0. ആ ഫംഗ്ഷനകത്ത് എന്ത് ചെയ്യണം? എക്സിന് പകരം 0 കൊടുത്താൽ ആ എക്സിൻ്റെ വാല്യൂ 0 ആകാനുള്ള പ്രോബിലിറ്റി കിട്ടുമെങ്കിൽ അങ്ങനെ ഒരു ഫംഗ്ഷനെയാണ് വാട്ട് വി കോൾ പ്രോബിലിറ്റി ഫംഗ്ഷൻ. And again, what do you mean by binomial distribution? Binomial distribution is we consider capital X a random variable, a discrete random variable, whose probability function എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്നതിനകത്ത് എക്സിന് 0 കൊടുത്താൽ എക്സിൻ്റെ വാല്യൂ 0 ആകാനുള്ള പ്രോബിലിറ്റി കിട്ടും. If x is equal to 1, then we get the probability that x is equal to 1. എക്സിൻ്റെ വാല്യൂ 1 ആകാനുള്ള പ്രോബിലിറ്റി. നമ്പർ ഓഫ് ഹെഡ് is equal to 2. ആ തന്നിരിക്കുന്ന എക്സ്പ്രഷനകത്ത് എക്സിന് 2 കൊടുത്താൽ എക്സിൻ്റെ വാല്യൂ 2 ആകാനുള്ള പ്രോബിലിറ്റി കിട്ടും. അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് വാട്ട് വി കോൾ probability function. Okay? If the probability function of the random variable capital X, that random variable is a discrete random variable, and moreover the probability function p of x, otherwise f of x, x in the value return probability is equal to NCX, number of combinations of NCR or n. What do you mean by NCR? NCR is equal to n factorial divided by r factorial into n minus r factorial into p raised to x q raised to n minus x, where p means success, q failure. And the binomial distribution കേസിനകത്ത് രണ്ടേ ഔട്ട്കമ്മുകളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. One what we call success and the other one is failure. അന്നേരം എന്തായിരിക്കുന്നത്? ആ ക്യാപിറ്റൽ ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്തു. 3 പ്രാവശ്യം ടോസ് ചെയ്തിട്ട് എന്തായിരിക്കുന്ന ഹെഡ് കിട്ടുക എന്നുള്ളതിനെ സക്സസ് എന്ന് ഡിഫൈൻ ചെയ്യുക. അന്നേരം ഹെഡ് കിട്ടാതിരിക്കുക ദാറ്റ് മീൻസ് ഫെയിലിയർ. അന്നേരം ഒരു ഹെഡ് കിട്ടാനുള്ള ഒരു സിംഗിൾ ട്രയലിനകത്ത് ഹെഡ് കിട്ടുക എന്നുള്ള അതിൻ്റെ പ്രോബബിലിറ്റി, അതിനെയാണ് വാട്ട് വി കോൾ സക്സസ് ആൻഡ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ p. അന്നേരം കോയിൻ ടോസ് ചെയ്ത ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? 1/2. ദെൻ വാട്ട് ഈസ് ഫെയിലിയർ? ഹെഡ് കിട്ടാതിരിക്കുക. ഹെഡ് കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി അതും എന്ത് തന്നെയാണ്? 1/2. അന്നേരം 1 മൈനസ് സക്സസ്, അതാണ് ഫെയിലിയർ. ആകെ ടോട്ടൽ പ്രോബബിലിറ്റി സക്സസും ഫെയിലിയറും ചേർന്ന് എത്ര കിട്ടുള്ളൂ? 1 ആയിരിക്കും. ഒരു ഹെഡോ അല്ലെങ്കിൽ ടെയിലോ കിട്ടുള്ളൂ. അങ്ങനെ പി തന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ക്യൂ? ക്യൂ ഈസ് ഈക്വൽ ടു 1 മൈനസ് പി. And again, the probability function of a random variable capital X or random variable capital X, അതിൻ്റെ പ്രോബബിലിറ്റി കിട്ടാനുള്ള ആ റൂൾ, ആ ഫംഗ്ഷൻ ഈ ഫോമിലായിരിക്കണം. f of x is equal to NCX p raised to x into q raised to n minus x, where p means the probability of a success. That is, a random variable capital X is said to follow a binomial distribution if its probability function. What do you mean by probability function? ആ തന്നിരിക്കുന്ന എക്സ്പ്രഷനകത്ത് എക്സിന് ഓരോ വാല്യൂസ് കൊടുത്താൽ put x is equal to 0, then we get the probability that x is equal to 0. And again, if x is equal to 1, then we get the probability that x is equal to 1. Such a function is defined as the probability function. The function from which the probability of various values of x can be calculated. ആ ഒരു ഫംഗ്ഷൻ, ആ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്തായിരിക്കണം? ഈ ഫോമിലായിരിക്കണം. That is f of x. The probability function is NCX, number of combinations of NCR. What do you mean by NCR? NCR is equal to n factorial divided by r factorial into n minus r factorial p raised to x into q raised to n minus x, where p means probability of a success. Then q എന്താണ്? Probability of a failure. For example, ആയിട്ട് എന്തായിരിക്കും അറിയാം? 3 കോയിൻസ് ടോസ് ചെയ്തു. 3 കോയിൻസ് 10 പ്രാവശ്യം ടോസ് ചെയ്യുകയായിരിക്കും. എന്നിട്ട് പറയുകയാണ് അതിനകത്ത് എന്തായിരിക്കണം? ഇത്ര ഹെഡുകൾ കിട്ടുക. അല്ലെങ്കിൽ ഒരു കോയിൻ തന്നെ എന്ത് ചെയ്യണം? ഒരു 6 പ്രാവശ്യം ടോസ് ചെയ്തു. ഒരു കോയിൻ 6 പ്രാവശ്യം ടോസ് ചെയ്താൽ അതിനകത്ത് 5 എണ്ണം ഹെഡ് ആകാനുള്ള പ്രോബിലിറ്റി. 5 പ്രാവശ്യം ഹെഡ് കിട്ടും. 5 പ്രാവശ്യം ഹെഡ് ആകാനുള്ള പ്രോബിലിറ്റി ആണ്. അന്നേരം അവിടെ എന്ത് ചെയ്യാം? ഒരു ഹെഡ് കിട്ടുക എന്നുള്ളതിനെ വി ടേക്ക് ആസ് സക്സസ്. അന്നേരം ഒരു കോയിൻ ടോസ് ചെയ്താൽ the probability of getting a head is 1/2. That is, p is equal to probability of a success is equal to 1/2. Then probability of a failure, not getting a head.
ഹെഡ് കിട്ടാതിരിക്കുക. ഹെഡ് കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആകെ പ്രോബിലിറ്റി 1 ആണ്. അന്നേരം 1 മൈനസ് സക്സസിന് പ്രോബിലിറ്റി എടുക്കും. 1 മൈനസ് പി ഈസ് ഈക്വൽ ടു ക്യൂ. അന്നേരം ഇഫ് ദ പ്രോബിലിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ദിസ് വൺ എൻ സി എക്സ് പി റേസ് ടു എക്സ്, പി മീൻസ് പ്രോബിലിറ്റി ഓഫ് എ സക്സസ്, ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്, വേർ എക്സ് ഈസ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 0 ഹെഡ്, 1 ഹെഡ്, 2 ഹെഡ്, 3, 4 എക്സെട്ര. എക്സിന്റെ വാല്യൂ 0 ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ്. Then this binomial distribution is a discrete distribution, discrete probability distribution. And x can take only the integral values or discrete values, and p is the probability of a success. അന്നേരം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്ന കേസിൽ എന്തായിരിക്കും അർത്ഥം? രണ്ടേ പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ. ഒരെണ്ണം we take as success, the other one is taken as failure. Probability of a success in a single trial is taken as p, and probability of a failure is equal to 1 minus p, 1 minus probability of success, that is taken as q, and n is number of trials. Second, for example, ഒരു ഡൈ എടുത്തിട്ട് 10 പ്രാവശ്യം റോൾ ചെയ്തു, 5 പ്രാവശ്യം റോൾ ചെയ്തു. 5 പ്രാവശ്യം റോൾ ചെയ്തിട്ട് വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് there are 4 6s. അതിനകത്ത് 4 എണ്ണം 6 ആകാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 4 എണ്ണം 6 ആകാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു 6 കിട്ടുക എന്നുള്ളതിനെ എന്തായിട്ട് എടുക്കുക? സക്സസ് ആയിട്ട് എടുക്കുക. ദെൻ അന്നേരം സക്സസ്സിനുള്ള പ്രോബിലിറ്റി, ഒരു ഡൈ റോൾ ചെയ്താൽ ഒരു 6 കിട്ടാനുള്ള പ്രോബിലിറ്റി, ദാറ്റ് ഈസ് 1/6. അന്നേരം ഫെയിലർ ആകാനുള്ള പ്രോബിലിറ്റിയോ 6 കിട്ടാതിരിക്കുക, നോ 6 എന്ന് പറഞ്ഞാൽ the face value other than 6, that is x is equal to 1, 2, 3, etc. 5. Then probability of a failure means 5/6 or 1 minus 1/6, 1 minus p. Then we get the probability of a failure. There again 5 പ്രാവശ്യമാണ് ഡൈ റോൾ ചെയ്യുന്നതെങ്കിൽ n is equal to 5. അതായത് എന്തായിരിക്കും? 4 എണ്ണം ഹെഡ്, 4 6 കിട്ടുക. അന്നേരം എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം? 6 ആയിരിക്കണം. Then probability that x is equal to 6 and 4 is equal to ncx. n എത്രയാണ്? 5 പ്രാവശ്യം ഡോസ് ചെയ്താൽ 5 ന്റെ വാല്യൂ 5. അതിനകത്ത് 4 എണ്ണം 6 ആവണമെങ്കിൽ എക്സിന്റെ വാല്യൂ 6, p is equal to 1/6, q is equal to 5/6. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Similarly, a coin is tossed 10 times. ഒരു കോയിൻ 10 പ്രാവശ്യം ടോസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് there are 6 ഹെഡ്? 6 എണ്ണം ഹെഡ് ആവാനുള്ള പ്രോബിലിറ്റി. അങ്ങനെ 6 എണ്ണം ഹെഡ് ആവാനുള്ള പ്രോബിലിറ്റി പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ എന്ത് ചെയ്യും? റാൻഡം വേരിയബിൾ എക്സ് ഡിഫൈൻ ചെയ്യും. എങ്ങനെയാണ്? if a coin is tossed, x means number of heads. അന്നേരം നമ്പർ ഓഫ് ഹെഡ്സിന്റെ വാല്യൂ, എക്സിന്റെ വാല്യൂ നമുക്ക് എന്തെടുക്കാം? 0, 1, 2, 3 എക്സെട്ര എടുക്കാം. ഹെഡിനുള്ള പ്രോബിലിറ്റി, ഒരു ഹെഡിനുള്ള പ്രോബിലിറ്റി p is equal to 1/2, ഒരു കോയിൻ ടോസ് ചെയ്താൽ. സിമിലർലി q, ഒരു കോയിൻ ഹെഡ് കിട്ടാതിരിക്കുക, പറഞ്ഞാൽ ടെയിൽ കിട്ടുക, 1 minus 1/2 is equal to 1/2. n, കോയിൻ 10 പ്രാവശ്യം ടോസ് ചെയ്യുന്നതിൽ എന്നിന്റെ വാല്യൂ 10. അതിനകത്ത് 6 എണ്ണം ഹെഡ് ആവണം. അന്നേരം എക്സിന്റെ വാല്യൂ 6. അന്നേരം പ്രോബിലിറ്റി ദാറ്റ് x is equal to 6 is equal to nc6. n means 10c6, p 1/2 raised to 6, q 1/2 raised to 10 minus 6. അതായിരിക്കും 6 എണ്ണം ഹെഡ് ആവാനുള്ള പ്രോബിലിറ്റി. അന്നേരം ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയാലും അടുത്തത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനും നോർമൽ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ എന്താണെന്നറിയാമോ? എന്താ? ആ നമ്പർ ഓഫ് ട്രയൽസ് മോർ ദാൻ 1 ആകുന്ന കേസിനകത്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഫൈനൈറ്റ് ആയിരിക്കും, കൗണ്ടബിൾ ആയിരിക്കും. ഒരു ഡൈ 10 പ്രാവശ്യം റോൾ ചെയ്തു, അഥവാ ഒരു കോയിൻ 5 പ്രാവശ്യം റോൾ ചെയ്തു, 10 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം റോൾ ചെയ്തു. അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അന്നേരം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന്? എ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ X is said to follow a binomial distribution if the probability function f of x is equal to ncx p raised to x q raised to n minus x. That is n trial, എന്നതാണ് x എണ്ണം സക്സസ് ആകാനുള്ള പ്രോബിലിറ്റി. അഥവാ എക്സിന്റെ വാല്യൂ, ഇപ്പോൾ എക്സിന്റെ വാല്യൂ 10 ആയാൽ n ട്രയലിനകത്ത് 10 എണ്ണം സക്സസ് ആകാനുള്ള പ്രോബിലിറ്റി, ദാറ്റ് ഈസ് ncx p, ഒരു സക്സസ് ഉള്ള പ്രോബിലിറ്റി റേസ്ഡ് ടു q raised to, q means failure ഉള്ള പ്രോബിലിറ്റി, q raised to n minus x, where n means the number of trials. പിന്നെയോ x, റാൻഡം വേരിയബിൾ x എടുക്കാൻ കഴിയുന്ന വാല്യൂസ്. x 0 ആണെങ്കിൽ 0 സക്സസ് ഉള്ള പ്രോബിലിറ്റി, എക്സിന്റെ വാല്യൂ 1 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ 1 ആകാനുള്ള പ്രോബിലിറ്റി. അന്നേരം എന്ത് ചെയ്യും നമ്മൾ? f of 1 nc1 p raised to 1 q raised to n minus 1 etc. p means the probability of a success and q means probability of a failure.
അന്നേരം ആലോചിച്ച് നോക്കുക, ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കേസിൽ അത് എവിടെയായിരിക്കുന്ന മെയിനായിട്ട് അത് ആ 2 ഔട്ട്കമേ ആ എക്സ്പെരിമെൻറ്റിന് ഉണ്ടാകാൻ പാടുള്ളൂ. 2 ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം വി ടേക്ക് ആസ് സക്സസ് ആൻഡ് ദി അതർ വൺ ഈസ് ഫെയിലിയർ. അതുപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് എ സക്സസും ഫെയിലിയർ എന്നുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും അർത്ഥം? അത് നോട്ട് ഈക്വൽ ടു 0, അതായത് നോട്ട് നിയർലി ഈക്വൽ ടു 0 എന്തായിരിക്കും? ഏകദേശം ഈക്വൽ ആയിരിക്കണം, നോട്ട് ഈക്വൽ 0 ആയിരിക്കണം. ഓക്കെ, എന്തായിരിക്കണം എന്നർത്ഥം? ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്, അന്നേരം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അന്നേരം നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്ന കേസുകളും അതിൻ്റെ കുറേ പ്രോപ്പർട്ടീസ്. അന്നേരം പരീക്ഷയ്ക്ക് വരുന്ന എന്തായിരിക്കുന്നത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, വാട്ട് യു മീൻ ബൈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ അതിൻ്റെ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാകും, പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്ന കേസുകൾ ആൻഡ് അതിൻ്റെ പ്രോപ്പർട്ടീസ്. A random variable capital X is said to follow a binomial distribution if the probability function f of x is equal to n trial നടക്ക് p probability of a success, q probability of a failure, then f of x is equal to mcx p raised to x q raised to n minus x. p means probability of a success and q the probability of a failure. And the binomial distribution of the x എടുക്കാൻ കഴിയുന്ന values discrete values ആണ്. That means binomial distribution is a discrete distribution. Okay? And then the save ചെയ്ത് നോട്ടേക്ക് മാറ്റുക. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ സേവ് ചെയ്യുക.